यात्रा विवरण। जब हम धीरे चलते हैं। एलन शो। सम STEATA। मैं हमेशा की तरह मेट्रो में स्केचन करता घर लौट रहा था। तभी एक लड़की पास आकर मेरा काम देखने लगी। उसका नाम लुआना था। उसे काम इतना दिलचस्प लगा कि उसने अपना विजिटिंग कार्ड मुझे दिया और मिलने का वादा किया। कुछ दिनों बाद। 43। वो अपने दोस्त मैनुअल के साथ मुझसे मिलने आए। उनकी संस्था कला थिएट्रो इटली के फ्रिउली इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी। इसमें चित्रकार, संगीतकार, डांसर, फोटोग्राफर सब होने थे। യാത്രാ വിശദാംശങ്ങൾ. ഞങ്ങൾ പതുക്കെ പോകുമ്പോൾ. അലൻ ഷാ. ചില സ്റ്റേറ്റ. ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. പതിവ് പോലെ സബ്വേയിൽ സ്കെച്ച് ചെയ്തുകൊണ്ട്. ഒരു പെൺകുട്ടി എന്റെ അടുത്തേക്ക് വന്നു എന്റെ ജോലി നോക്കി. അവളുടെ പേര് ലുവാന. അത് അവൾക്ക് വളരെ രസകരമായി തോന്നി. അവൾ അവളുടെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നു. കാണാമെന്ന് വാഗ്ദാനം ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. 43. അവൾ തന്റെ സുഹൃത്ത് മാനുവലിനൊപ്പം എന്നെ കാണാൻ വന്നു. അവരുടെ സംഘടനയായ ആർട്ട് തിയേറ്റർ ഇറ്റലിയിലെ ഫ്രിയുലി മേഖലയിൽ ഒരു മൊബൈൽ തിയേറ്റർ ആരംഭിക്കാൻ ആഗ്രഹിച്ചു. ചിത്രകാരന്മാർ, സംഗീതജ്ഞർ, നർത്തകർ, ഫോട്ടോഗ്രാഫർമാർ എന്നിവരെ ഉൾപ്പെടുത്താനായിരുന്നു അത്. लुआना खुद इस ग्रुप की एक बेहतरीन डांसर हैं। उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया। मेरे पास हाँ के अलावा कोई जवाब न था। इस प्रोजेक्ट का मकसद स्लो ट्रेवल का अनुभव लेना था। मध्यकाल में लोग गधे पर सामान बांधकर एक से दूसरी जगह ले जाते थे। हमारा रूट भी एक ऐसा ही मध्यकालीन रास्ता था। यह अलग अलग शहरों से होकर गुजरता था। हमारे साथ फियाको नाम का एक गधा भी था, या यूं कहें कि हम फियाको के साथ थे। हम उसके पीछे पीछे चल रहे थे। फियाको का मालिक एलिया भी साथ था। तय हुआ कि जहां जहां फियाको रुकेगा, हम भी वहीं रुक जाएंगे। 44। मेरे पास हाँ के अलावा कोई जवाब न था। लेखक के इस कथन का तात्पर्य क्या है? ഗ്രൂപ്പിലെ ഒരു മികച്ച നർത്തകി കൂടിയായ ലുവാന അവരുടെ യാത്ര ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്താൻ എന്നെ ക്ഷണിച്ചു. അതെ എന്ന് പറയുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. മന്ദഗതിയിലുള്ള യാത്ര അനുഭവിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. മധ്യകാലഘട്ടത്തിൽ ആളുകൾ തങ്ങളുടെ സാധനങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഒരു കഴുതയിൽ കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. വിവിധ നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന സമാനമായ ഒരു മധ്യകാല പാതയായിരുന്നു ഞങ്ങളുടെ പാത. ഫിയാക്കോ എന്ന കഴുതയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഫിയാക്കോയോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനെ പിന്തുടരുകയായിരുന്നു. ഫിയാക്കോയുടെ ഉടമ എല്ലിയയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഫിയാക്കോ എവിടെ നിർത്തിയാലും ഞങ്ങൾ അവിടെ നിർത്തുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 44. അതെ എന്നല്ലാതെ മറ്റൊരു ഉത്തരവും എനിക്കില്ലായിരുന്നു. ഈ പ്രസ്താവന കൊണ്ട് രചയിതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? हमें कहीं पहुंचने की जल्दी नहीं थी। हम रास्ते में कहीं भी रुककर नाचने गाने बजाने लगते थे। जिस शहर में शाम को परफॉर्म करते, वहीं रात गुजारते थे। मैं इन सब को कागज पर उकेरता रहता। शुरुआत नदी से दुआ मांगने से हुई। कैटरीना ने एक सुंदर गाना गाया। कईयों की आंखें भीग गई। मुझे नदी से यूं दुआ मांगना बहुत अच्छा लगा। हमें कहीं पहुंचने की जल्दी नहीं थी। इस कथन में कला थिएट्रो की कौन सी विशेषता प्रकट होती है? फियोकोट लाइक वाटर आइसेगोरे। अचानक फियाको चलते चलते रुक गया। आगे नदी रास्ता पार कर रही थी। शायद फियाको उसे पार नहीं करना चाहता था। हम भी रुक गए। कुछ ने आराम किया, कुछ ने फल खाए। एलिया ने फियाको को मनाने की बहुत कोशिश की, पर वो टस से मजना। 45। हुआ। कोई पौन घंटे बाद क्रिस्टीना ने उसे गेहूं की बालियां दिखाई। उसे देखते देखते फियाको सड़क पार कर गया। पर सभी टस से मज न हुआ। इस प्रयोग का मतलब क्या है? എവിടേക്കും എത്താൻ ഞങ്ങൾക്ക് തിടുക്കമില്ലായിരുന്നു. വഴിയിൽ നിർത്തി നൃത്തം ചെയ്യുകയും പാടുകയും കളിക്കുകയും ചെയ്യുമായിരുന്നു. ആ വൈകുന്നേരം ഞങ്ങൾ അവതരിപ്പിച്ച നഗരത്തിൽ രാത്രി ചെലവഴിക്കുമായിരുന്നു. ഇതെല്ലാം ഞാൻ കടലാസിൽ പകർത്തിക്കൊണ്ടിരുന്നു. നദിയോടുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. കാതറീന മനോഹരമായ ഒരു ഗാനം ആലപിച്ചു. പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ രീതിയിൽ നദിയോട് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എവിടെയും എത്താൻ ഞങ്ങൾക്ക് തിടുക്കമില്ലായിരുന്നു. ഈ പ്രസ്താവനയിൽ കലാനാടകത്തിന്റെ ഏത് സ്വഭാവമാണ് വെളിപ്പെടുന്നത്? ഫിയോഗോയ്ക്ക് വെള്ളം ഇഷ്ടമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പെട്ടെന്ന് ഫിയാക്കോ നടത്തം നിർത്തി. മുന്നിലുള്ള റോഡിലൂടെ ഒരു നദി കുറുകെ കടക്കുകയായിരുന്നു. ഒരുപക്ഷെ ഫിയാക്കോ അത് മുറിച്ചു കടക്കാൻ ആഗ്രഹിച്ചില്ലായിരിക്കാം. ഞങ്ങളും നിർത്തി. ചിലർ വിശ്രമിച്ചു, ചിലർ പഴങ്ങൾ കഴിച്ചു. എല്ലിയ ഫിയാക്കോയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൻ വഴങ്ങിയില്ല.
45. അത് സംഭവിച്ചു. ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞ് ക്രിസ്റ്റീന അയാൾക്ക് ഗോതമ്പിന്റെ കതിർ കാണിച്ചു കൊടുത്തു. ഫിയാക്കോ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ റോഡ് മുറിച്ചു കിടന്നു. പക്ഷെ എല്ലാവരും അല്പം പോലും അനങ്ങുന്നില്ല. ഈ പ്രയോഗത്തിന്റെ അർത്ഥമെന്താണ്? Part 2 coming soon.